പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ മനോഹര സന്ദർഭത്തിനായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. നമ്മൾ യോശുവയുടെ പുസ്തകത്തിലെ ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ഇത് നാം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെയും ഒരേ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത്. രാഹാബ് എന്ന സ്ത്രീയെ സംബന്ധിച്ചതാണത്. രാഹാബിനെ കുറിച്ച് ഒരുവിധം വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം. എന്താണ് രാഹാബ്, എന്താണ് അവൾ ചെയ്തത്, എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത്, എന്താണ് അവൾ ചെയ്ത നീതിപ്രവൃത്തി, ഇതെല്ലാം നമുക്ക് അറിവുള്ളതാണ്, നമുക്കറിയാം. രാഹാബ് യെരിഹോ പട്ടണത്തിൽ അതിൻ്റെ മതിലിന്മേൽ പാർത്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പട്ടണവാതിൽക്കൽ ഉയരത്തിൽ അവൾ പട്ടണത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആര് വന്നാലും കാണത്തക്കവണ്ണം ഒരു ചെറിയ ഭവനത്തിൽ അവൾ പാർത്തിരുന്നു. യോശുവ യെരിഹോ പട്ടണത്തെ കീഴടക്കാനുള്ള ആദ്യ ശ്രമമാണ്. എന്താണ് പട്ടണം, എങ്ങനെ അതിനെ കീഴടക്കണം എന്നുള്ളതിനെ കുറിച്ച് മുൻകൂട്ടി അറിയാൻ ഒറ്റുകാരെ അയച്ചു. ഒറ്റുകാരെ രാഹാബ് എന്ന സ്ത്രീ സംരക്ഷിച്ച വിവരണങ്ങളാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം നൂന്റെ മകനായി യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിലൂടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തു തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നിരിക്കുകയാകുന്നു. മറ്റ് ദേശത്തുള്ളവർ നമ്മുടെ പട്ടണത്തെ രഹസ്യങ്ങളെ ചോർത്താൻ വന്നിരിക്കുന്നവരാണ്, അവരെ വിട്ടുതരണം എന്ന് അവളോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവൾ വളരെ ബുദ്ധിപരമായി ചെയ്തു. അവരെ 2 പേരെയും രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചു. വേശ്യ എന്ന വാക്കിന് ദേവദാസി എന്നും അർത്ഥമുണ്ട്. പുരാതന കാലങ്ങളിൽ ദേവദാസിമാർ സത്രം സൂക്ഷിപ്പുകാരും ആഹാര സാധനങ്ങൾ വിൽക്കുന്നവരും ആയി പ്രവർത്തിക്കുന്നവരായിരുന്നു. ആ നിലയിൽ ജോലി ചെയ്യുന്ന രാഹാബ് കേവലം ഒരു വേശ്യയായിരുന്നില്ല എന്ന് കരുതുന്നതും യുക്തമാണ്. പക്ഷേ വേശ്യ എന്നുള്ളതിനും ദേവദാസി എന്നുള്ളതിനും ഈ തൊഴിൽ സ്വീകരിക്കുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്ന വാക്കൊന്നായിരുന്നു. അതുകൊണ്ട് ആ പേരിൽ അറിയപ്പെട്ടു എന്ന് മാത്രം. രാഹാബ് എന്ന വേശ്യ, അങ്ങനെയാണ് അവളുടെ പേര്. പക്ഷേ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഒരു ചുമന്ന ചരട്, ഒരു റിബൺ അവളുടെ വീടിന്റെ കിളിവാതിൽക്കൽ തൂക്കിയിട്ടു. ഈ 2 പേരെയും സുരക്ഷിതമായി പട്ടണത്തിന് പുറത്തു വിട്ടു. അവൾക്ക് യോശുവയെ കുറിച്ചോ ഇസ്രായേൽ ജനത്തെ കുറിച്ചോ
വലിയ അറിവോ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു മാനുഷിക നന്മ അവൾ ചെയ്തു, ഒരു സാധാരണ ധർമ്മം അവൾ ചെയ്തു. വന്നവരുടെ ആത്മാർത്ഥത അവൾ മനസ്സിലാക്കി. അവർ എന്തുകൊണ്ടും ദൈവവൈതലാണ്, ഒരു നല്ല മനുഷ്യരാണ് എന്ന് അവൾ ചിന്തിച്ചു. അവൾക്ക് അവരെ മനസ്സിലാക്കാൻ വളരെ വേഗത്തിൽ സാധിച്ചു. അതുകൊണ്ടാണ് ഏത് വിധത്തിലും അവളെ രക്ഷിക്കണം, അവനെ രക്ഷിക്കണമെന്ന് അവൾ തീരുമാനിക്കാൻ കാരണം. ഒറ്റുകൊടുക്കാതെ, ചതിക്കാതെ, വഞ്ചിക്കാതെ തൻ്റെ വീട്ടിൽ വന്ന് മാന്യമായി, ധാർമ്മികമായി, നീതിയോടെ പെരുമാറിയ അവരോട് അതേ രീതിയിൽ അവൾ പെരുമാറി. വേണമെങ്കിൽ അവൾക്ക് ഇവരെ ചതിക്കാം. ഈ കാലയളവിൽ ചതികളുടെ കാലമാണ്. എല്ലാവർക്കും എല്ലാവരെയും ഭയമാണ്. ആർക്കും സ്ഥിരമായ സ്നേഹമില്ല, ആർക്കും സ്ഥിരമായ ബന്ധങ്ങളില്ല. എപ്പോൾ വേണമെങ്കിലും ബന്ധങ്ങൾ വിച്ഛേദിക്കാം, എപ്പോൾ വേണമെങ്കിലും കൂടെ നടന്ന് കൊല ചെയ്യാം, ചതിക്കാം, ആരെ വേണമെങ്കിലും ചതിക്കാം. ചതിയും വഞ്ചനവും ലോകത്തിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ ഈ ലോകത്ത് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് പാപപ്രവൃത്തികളിലൂടെയാണ്, തിന്മകളിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങുമില്ലാത്തതുപോലെ ഇന്ന് കാണുന്നത് കൊലപാതകമല്ല. കൊലപാതകത്തിൻ്റെ അപ്പുറത്ത് രണ്ടക്ഷരങ്ങൾ എഴുതി ചേർക്കും: അരുംകൊല. നീചമായ കൊലപാതകം, മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കൊലപാതകം. ബലാത്സംഗം ചെയ്ത് കൊന്ന് തള്ളുകയാണ്. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ ചതിക്കുകയാണ്. ധാരാളം പെൺകുട്ടികൾ ചതിയിലകപ്പെടുകയാണ്. സ്നേഹം നടിച്ച്, സ്നേഹം പ്രകടമാക്കി ഹൃദയത്തിൽ മറ്റു ചില ലാക്കോടെ പ്രവർത്തിക്കുന്നു. അവസരം കിട്ടിയാൽ അതതിൻ്റെ അപ്പുറത്ത് ചെയ്യാൻ തയ്യാറെടുപ്പോടെ. എവിടെയാണ് സ്നേഹം? എന്താണ് ബന്ധം? പ്രിയരെ, രാഹാബ് എന്ന സ്ത്രീ ഈ രണ്ടുപേരെ ചേർത്തു. അവരവിടെ ഉള്ളപ്പോൾ തന്നെ യെരിഹോ പട്ടണത്തിലെ പട്ടാളക്കാർ അവളുടെ അടുക്കൽ കാര്യം തിരക്കി കടന്നു വന്നു. അതിന് അവൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. അമ്മോനി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് അവൾ കണ്ടെത്തി. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരനെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുക. ആ ദിവസങ്ങൾ കൊണ്ട് അവൾ ആരാണ് യഹോവ എന്ന് പഠിച്ചു. യഹോവയായ ദൈവം ഈ ജനത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നെന്ന് പഠിച്ചു. അമോര്യരുടെ മേലും അരാമ്യരുടെ മേലും അനാക്യരുടെ മേലും ജയം പ്രാപിച്ചതിൻ്റെ വാർത്തകൾ അവരുടെ ചെവിയിലെത്തി. അതുകൊണ്ട് നിശ്ചയമായി ഈ ദേശം നിങ്ങൾക്ക് യഹോവ തന്നിരിക്കുന്നു എന്ന് അവൾ നന്നായി മനസ്സിലാക്കി. ഇത് നിങ്ങൾ ചെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഇവിടെയുള്ള ജനത്തിൻ്റെ മനസ്സ് ഉറപ്പിച്ചു, പരാജയം ഉറപ്പിച്ചു. നിങ്ങൾ വന്നാൽ തോക്കും, ഇവിടുത്തുകാർ പരാജയപ്പെടും, ഈ ദേശം വരുന്നവർ സ്വന്തമാക്കും.
ഇതാണ് ട്രെൻഡ് എന്ന്, യെരിഹോ വാസികളുടെ ട്രെൻഡ് ഇതാണ്. അവരുടെ ധൈര്യം കെട്ടിരിക്കുകയാണ്. ഈ വാർത്തയാണ് ഈ സ്ത്രീ ഇവർക്ക് കൊടുത്തത്. അപ്പോഴേക്കും കാര്യങ്ങൾ നീങ്ങി. അവൾ ഒരു കാര്യമേ അപേക്ഷിച്ചുള്ളൂ, ഞാൻ നിങ്ങളോട് ദയ കാണിച്ചതുപോലെ നിങ്ങൾ എന്നോടും ദയ കാണിക്കണം. എൻ്റെ പിതൃഭവനത്തോടും എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിക്കണം. സ്വന്തം രക്ഷപ്പെടണമെന്ന് മാത്രമല്ല, എൻ്റെ വീടിനെ രക്ഷിക്കണമെന്ന് മാത്രമല്ല, എൻ്റെ പിതൃ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിങ്ങൾ കരുണ കാണിച്ച് രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവരുടെ ജീവനോട് രക്ഷിക്കണമെന്ന് അവൾ അവരോട് നിലവിളിച്ചു. എന്നാൽ അതിന് ഒരു അടയാളം 15-ാമത്തെ വാക്യം. അപ്പോൾ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ. അതിൻ്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും ചെയ്യണം. എല്ലാവരെയും ഒരു വീട്ടിൽ ചേർക്കണം. രക്ഷപ്പെടാനായി ഒരു ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടിയേക്കണം. ഈ പട്ടണത്തിന്റെ മേൽ ജയം ദൈവം എനിക്ക് തരും. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം യെരിഹോ കോട്ടയുടെ തകർച്ച. നാം അത് പിന്നാലെ പഠിക്കും. പ്രിയ ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ ശക്തിയോടെ മുൻപോട്ട് പോകാൻ നീതിയോടെ പ്രവർത്തിക്കണം. നീതിയോടെ പ്രവർത്തിച്ചാൽ നീതീകരിക്കപ്പെടുക തന്നെ ചെയ്യും. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്ന ഏക നാമം മാത്രം. വേറൊരു നാമമില്ല, യേശു എന്ന ഏക നാമം മാത്രം. ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഓർക്കണം, അവളുടെ രക്ഷയുടെ കാര്യം മാത്രമല്ല അവൾ പറഞ്ഞത്. ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം, എൻ്റെ മാതാപിതാക്കളും എൻ്റെ മക്കളും രക്ഷ പ്രാപിക്കണം. ഈ ആഗ്രഹം നഷ്ടപ്പെട്ടവർ ഈ വചനത്തിന്റെ മുൻപിൽ ഇരിപ്പുണ്ടോ? അങ്ങനെയൊരു ആഗ്രഹം ഇല്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെന്ന് ചിന്തിക്കാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്നാൽ മനസ്സുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കണം, ഞങ്ങൾ ജന്മം നൽകി പ്രസവിച്ച് വളർത്തിയ ഞങ്ങളുടെ മക്കളാരും നരകത്തിൽ പോകരുതേ. മക്കളെല്ലാവരും രക്ഷ പ്രാപിക്കണം. ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിക്കണം. ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിക്കണം. ദൈവവിശ്വാസത്തിന്റെ മക്കൾ ജീവിക്കണം. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമേ, ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ പോകും, തർക്കമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് നിത്യത ലഭിക്കില്ല. 3 തരം. യേശുക്രിസ്തു ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചാൽ അവർക്ക് പോകാൻ സ്വർഗമെന്നുള്ള സ്ഥലത്തിന്റെ വാതിൽ തുറക്കപ്പെടില്ല. നരകം മാത്രമാണ് അവർക്ക് മുമ്പിലുള്ളത്. പിശാചനും അവന്റെ സന്തതികൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം പോയി അവകാശമാക്കേണ്ടി വരും. എന്നാൽ സ്വർഗത്തെ അറിഞ്ഞാൽ, സ്വർഗത്തെ ഭയപ്പെട്ടാൽ, ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തോടൊപ്പം നിന്നാൽ നിത്യതയെ നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് വലിയ വാഞ്ചയുണ്ടാകട്ടെ. എൻ്റെ വീട്ടുകാരിൽ, എൻ്റെ വീട്ടിൽ
എൻ്റെ ബന്ധുക്കളിൽ, എൻ്റെ മിത്രങ്ങളിൽ ആരെങ്കിലും പാപത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ആ പാപത്തിൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് വിശ്വാസത്തിൻ്റെ മാർഗം സ്വീകരിക്കേണ്ടതിനായി സ്വരമുയർത്തി, മനസ്സുയർത്തി ദൈവാത്മാവിനോട് ജാഗരിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ജാഗരിക്കൂ. പ്രിയ ദൈവമക്കളെ, ഇവിടെ രാഹാബ് എന്ന വേശ്യ ഒരു ചുവന്ന ചരട് നിമിത്തമായി രക്ഷപ്പെട്ടു. യെരിഹോ കോട്ട തകർന്നു വീണ കാലത്ത് ഈ സ്ത്രീയും അവളുടെ വീട്ടിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. അടയാളമോ ഒരു ചുവപ്പ് ചരട്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് സംഹാരദൂതന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച മാർഗം ഒന്നേ ഉള്ളൂ, അത് ഈ ചുമന്ന ചരട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ഓരോ വീട്ടിലും ഓരോ ആടിനെടുത്ത് അറുത്ത് എല്ലാ വീടിൻ്റെയും കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടണം. ആ രക്തം കാണുന്ന വീടിനെ ഒഴിഞ്ഞ് സംഹാരദൂതൻ കടന്നു പോകും. ഇവിടെ ഇതാ ഒരു ചുവന്ന ചരട്. ആ ചുവന്ന ചരട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്തെയാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ രക്തം നമ്മൾക്ക് അടയാളമായാൽ, യേശുവിൻ്റെ രക്തം നമ്മുടെയും നമ്മുടെ ഭവനത്തിൻ്റെയും അടയാളമായാൽ നമ്മുടെ ഭവനം രക്ഷപ്പെടും, നമ്മുടെ മക്കൾ രക്ഷപ്പെടും, വ്യക്തികൾ രക്ഷപ്പെടും, കുടുംബങ്ങൾ രക്ഷപ്പെടും. നമുക്കൊരടയാളമുണ്ട്, കളങ്കമില്ലാത്ത യേശുവിൻ്റെ രക്തം. അവിടെയെല്ലാം അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെയോ കാളക്കിടാവിൻ്റെയോ ചങ്ങാലിയുടെയോ കുറുപ്രാവിൻ്റെയോ രക്തമായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ മുകളിൽ കുരലിറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കറയില്ലാത്ത, പാപം തീണ്ടാത്ത, അശുദ്ധി പിറളാത്ത ആ നിർമ്മല രക്തം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ വീണ്ടെടുപ്പിനായി, നിത്യമരണത്തിൽ നിന്നുള്ള വിടുതലിനായി അവൻ ഒരുക്കിയിരിക്കുകയാണ്. അത് അവകാശമാക്കാൻ, സ്വന്തമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഒരു ഭാഗ്യാവസ്ഥ എന്താണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ആ ഒരു ചുവന്ന ചരട് നിമിത്തം രാഹാബ് എവിടെ ചെന്നെത്തിയെന്നറിയാമോ? അതെ, രാഹാബിൻ്റെ വിശ്വാസം മൂലം അവൾക്കൊരു ഉന്നത സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിൽ ലഭ്യമായി. കാലേബിൻ്റെ ബന്ധുവായിരുന്ന സൽമോൻ അവളെ വിവാഹം ചെയ്തു. അതിനാൽ മഹാനായ ബോവസിൻ്റെയും ദാവീദിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും വംശാവലിയിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചു. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ വാക്യവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യവും നാം പഠിക്കുമ്പോൾ നമുക്കത് കാണാം. യാക്കോബിന്റെ ലേഖനം 2-ന്റെ-25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രാഹാബ് എന്ന വേശ്യ പ്രവൃത്തികളാലല്ലയോ രക്ഷിക്കപ്പെട്ടത്. അബ്രഹാം രക്ഷപ്പെട്ടത് പ്രവൃത്തികളാലല്ലയോ. അബ്രഹാം വിശ്വാസത്താലോ പ്രവൃത്തികളാലോ നീതീകരിക്കപ്പെട്ടത്. യാക്കോബ് പറഞ്ഞു പ്രവൃത്തികളാലല്ലയോ. ഏതാണ് ആ പ്രവൃത്തി? വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. എന്താണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി? ആശ്രയവും അനുസരണവുമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. ആശ്രയവും അനുസരണവുമില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പിശാചിന് വിശ്വാസമുണ്ട്, അതിൽ ആശ്രയമില്ല, അതിൽ അനുസരണമില്ല. ഇതാണ് ലക്ഷണ്യ വിശ്വാസം. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്തെ മാത്രം അനുസരിക്കുകയും ചെയ്യുന്ന ആ പ്രതിബദ്ധതയാണ് യഥാർത്ഥത്തിൽ ആ സമർപ്പണമാണ് നിത്യ രക്ഷയുടെ ആധാരമായ ജീവനുള്ള വിശ്വാസത്തിൻ്റെ പ്രകടമായ അടയാളം എന്ന് നാം മറക്കരുത്.
ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ രാഹാബ് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും ദൈവവചനത്തെയും ദൈവദാസന്മാരെയും അനുസരിക്കാനുള്ള പ്രതിബദ്ധതയും നമുക്കവിടെ കാണാം. നീ ചുമന്ന ചരട് അവിടെ കെട്ടിക്കൊള്ളണം. ആ പ്രവൃത്തി അവൾ ചെയ്തു. അവൾ അത് അനുസരിച്ചു. അതവളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതവളുടെ വിടുതലിന് കാരണമായി തീർന്നു. യെരിഹോ കോട്ട വീണപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു കർത്താവിൻ്റെ വംശാവലിയിൽ ഒരു വേശ്യയ്ക്കും ഇടമുണ്ടായി. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു മഹത്വം ഇതാണ്. ഏത് ദുഷ്ടത ചെയ്താലും, ഏത് അശുദ്ധി ചെയ്താലും, ഏത് വ്യഭിചാരം ചെയ്താലും, കൊലപാതകം ചെയ്താലും, പുതിയ നിയമകാലയളവിൽ ആരും ആരുടെയും പാപം നിമിത്തമല്ല മരിക്കുന്നത്. ആരും ആരുടെയും പാപം നിമിത്തമല്ല നരകത്തിൽ പോകുന്നത്. ആരും ആരുടെയും പാപം നിമിത്തമല്ല നിത്യമരണം സ്വന്തമാക്കുന്നത്. മറിച്ച് ഏതൊരു പാപിക്കും വിശ്വസിക്കാവുന്ന ജീവനുള്ള കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാതെ പോയാൽ നാം തള്ളപ്പെടും. അവനെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. രക്ഷിക്കപ്പെടാൻ വേറെ മാർഗങ്ങളില്ല. രക്ഷിക്കപ്പെടാൻ വേറെ ഒഴിവ് കഴിവുകളില്ല. രക്ഷപ്പെടാൻ വേറെ യാതൊരു സാധ്യതകളുമില്ല. ആകയാൽ പ്രിയ ദൈവമക്കളെ, വളരെ ശാന്തമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നല്ലവനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ സവിനയം സ്വന്തം ജീവിതം പരമേൽപ്പിച്ച് എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള വലിയ വാഞ്ച കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് വ്യക്തിപരമായൊരു സമർപ്പണം താങ്കൾക്ക് ആവശ്യമാണ്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ പിതൃഭവനമൊക്കെയും, എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും രക്ഷിക്കപ്പെടണം. വിശുദ്ധ പൗലോസ് പറഞ്ഞില്ലേ, ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം, ആ വാഞ്ച ഹൃദയത്തിലേറ്റി നമുക്ക് വിശുദ്ധിയോടെ അവന് വേണ്ടി ജീവിക്കാം. രാഹാബ് എന്ന വേശ്യയ്ക്ക് പോലും നിത്യജീവൻ്റെ അവകാശം കൊടുത്തു. ഭക്തന്മാരുടെ നിരയിൽ സ്ഥാനം കൊടുത്തു. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇടം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു. ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന യേശു താങ്കളുടെ മുൻപിൽ നിൽപ്പുണ്ട്. സൗകര്യമാണെങ്കിൽ ആ കർത്താവിനെ സ്വീകരിക്കൂ. സന്തോഷമാണെങ്കിൽ, ഹൃദയം അംഗീകരിക്കുന്നെങ്കിൽ അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. വാതിലുകളെ തുറക്കൂ. ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാവർക്കും വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യേശുവിൻ്റെ രക്തം അടയാളമായിരിക്കണമേ. യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അടയാളമായിരിക്കണമേ. രക്തത്താലുള്ള നീതീകരണം സകുടുംബം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.